നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ജം എസ്റ്റവായോ വില്യനെ എല്ലാവരും മെസ്സിഞ്ഞോ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. മെസ്സിയെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരം, FC ബാഴ്സലോണയിൽ പോവാൻ ആഗ്രഹിച്ച താരം, പക്ഷെ ഇപ്പൊ ചെൽസിയിലേക്ക് എത്തുകയാണ്. വിളിപ്പേര് മെസ്സിഞ്ഞോ എന്നൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കളിരീതി നെയ്മറുടെ കളിരീതിയോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. നിങ്ങൾ നെയ്മറുടെ കളി കണ്ട് ആവേശം കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സിഞ്ഞോയുടെ കളിയും നിങ്ങൾ എൻജോയ് ചെയ്യും. അതാണ് യാഥാർത്ഥ്യം. നെയ്മർക്ക് ശേഷം ബ്രസീലിൽ പിറന്ന ഏറ്റവും പ്രതിഭാധനനായ താരമെന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ എസ്റ്റവായോ വില്യനെ വിശേഷിപ്പിക്കുന്നത്. ആ താരത്തെ ചെൽസി റാഞ്ചുന്നു, വെർബൽ എഗ്രിമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റാരുമല്ല, ഫെബ്രീസിയോ റൊമാനോ തന്നെയാണ്. നമ്മുടെ സുഹൃത്തുക്കളിൽ പലർക്കും വലിയ വിശ്വാസമാണല്ലോ റൊമാനോ. അപ്പൊ റൊമാനോ തന്നെ ഉറപ്പിച്ചു പറയുന്നു, ചെൽസി റീച്ച് വെർബൽ അഗ്രിമെന്റ് ടു സൈൻ ബ്രസീലിയൻ ജം എസ്റ്റവായോ വില്യൻ, ഹിയർ വി ഗോ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം പാൽമെറാസ് ആ ഒരു ബിഡ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ടോട്ടൽ 65 മില്യൺ യൂറോയുടെ പാക്കേജാണ് എന്ന് പറയുമ്പോ ആ കുട്ടി താരത്തിന്റെ മൂല്യം എത്രയാണെന്നൊന്ന് മനസ്സിലാക്കുക. 40 മില്യൺ യൂറോസ് ആദ്യം, പിന്നെ 25 മില്യൺ യൂറോ ആഡ് ഓണും കൊടുക്കും. അങ്ങനെ 65 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിനായിട്ട് കൊടുക്കുന്നത്. പേഴ്സണൽ ടേംസ് 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അഗ്രി ചെയ്തതാണ്. എസ്റ്റവായോ അദ്ദേഹത്തിന്റെ പ്രായം കൃത്യമാകുമ്പോൾ 2025 ചെൽസി FC ചേക്കേറും. പാൽമെറാസിന്റെ പ്രസിഡന്റ് സൈൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ഫബ്രീസിയോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് വരുന്നത് നീണ്ട കാലത്തേക്കാണ്. 2032 ജൂൺ വരെയാണ് അദ്ദേഹവുമായിട്ടുള്ള കോൺട്രാക്ട് വരുന്നത്. 2025 ടീമിലേക്ക് എത്തുക എന്നുകൂടി പറയുന്നു. ചെൽസി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്രസീലിലേക്ക് അവരുടെ പ്രതിനിധികളെ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിഷനിലായിരുന്നു അവരുണ്ടായിരുന്നത്. താരവുമായിട്ട് എഗ്രിമെന്റിലേക്ക് എത്തി. ഇപ്പൊ ക്ലബ്ബുമായിട്ട് ഇതാ വെർബൽ എഗ്രിമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എസ്റ്റവായോ വില്യൻ, അതെ, മെസ്സിഞ്ഞോ എന്ന് വിളിപ്പേരുള്ള നെയ്മറുടെ കളിശൈലിയുള്ള താരം ചെൽസിയിലേക്ക് എത്തുന്നു. മറ്റൊരു വിവരം വരുന്നത്, ചെൽസി അദ്ദേഹത്തെ 2025 ലോണിൽ വിടില്ല, മറിച്ച് അദ്ദേഹത്തെ വലിയ സ്പെഷ്യൽ ടാലന്റ് ആയിട്ട് തന്നെ പരിഗണിക്കുന്നു. അവരുടെ ഫസ്റ്റ് ടീമിൽ തന്നെ ഉൾപ്പെടുന്ന തരത്തിലാണ് വാർത്തകൾ കൂടി വരുന്നത്. എന്തായാലും എസ്റ്റവായോ വില്യൻ, മെസ്സിഞ്ഞോ എന്ന് വിളിപ്പേരുള്ള നെയ്മറുടെ കളിശൈലിയുള്ള താരം ഇതാ യൂറോപ്പിലേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.